വാങ്ങുകയാണെങ്കിൽ അത് ഫിക്സഡ് ഗ്ലാസ് AC യാത്ര മാത്രമേ പറ്റുള്ളൂ. അതിന് നല്ല റേറ്റുമാണ്. കാരണം ആ വാഹനങ്ങൾക്ക് അധികം ഇല്ലാത്തത് കൊണ്ട് പബ്ലിസിറ്റി അധികം, അതായത് കൂടുതലൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ. എന്തായാലും ലീറാസ് മോഡൽ ഉണ്ടല്ലോ, അത് ശരിക്കും മുന്നേ വന്നിട്ടുള്ള വണ്ടികൾ ഇതേപോലെ നമ്മൾ ഐസർ രണ്ട് വണ്ടിയല്ല, ഒരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജീസസിൻ്റെ നമ്മളൊരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതായിരുന്നു ലീറ എന്ന് പറഞ്ഞ മോഡലാണ്. റൈഡിങ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള വണ്ടിയാണ്. കണ്ട അങ്ങനെ നീക്കി മാറ്റി പോകാൻ. ഇത് നമ്മുടെ നമസ്കാരം, വണ്ടി മച്ചാനാണ്. വണ്ടി മച്ചാൻ എന്നുള്ളത് തിരുവില്ലാമലയിലാണ് കേട്ടോ. നമ്മുടെ കിഷോർ ട്രാവൽസിൻ്റെ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇന്ന്. അതായത് കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ലൈഡിങ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള വണ്ടി നമ്മുടെ MG ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കേരളത്തിൽ തന്നെ ഫസ്റ്റ് തിരുവില്ലാമലയിലാണ് വന്നേക്കുന്നത്. അത് നമ്മുടെ കിഷോർ ട്രാവൽസിൻ്റെയാണ് വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ വണ്ടി മച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി കേട്ടോ. അതായത് നമ്മുടെ സ്ലൈഡിങ് ഗ്ലാസ്സോട് കൂടി വന്നിട്ടുള്ള വണ്ടി, നമ്മുടെ കിഷോർ, അതായത് തിരുവില്ലാമലയാണ് വേറെ സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും ഒരു ഭാരത് ബെൻസ് ഗ്ലൈഡർ ആയിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. നമ്മുടെ തിരുവില്ലാമല അടുത്ത് പഴയന്നൂർ എന്ന് പറയും, അവിടെയുള്ള സരിത ആർട്സിൻ്റെ ഒരു ഭാരത് ബെൻസ് BS4 വണ്ടിയിലായിരുന്നു നമ്മുടെ സ്റ്റാർട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് BS4 ആയിരുന്നു, അത് BS6 വണ്ടി. അപ്പോൾ ഒരുപാട് അതിൻ്റെ ഇടയിൽ നമ്മൾ BS6 ഗ്ലൈഡർ വണ്ടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ വണ്ടിക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ BS6 വണ്ടി ഗ്ലൈഡർ ഭാരത് ബെൻസ് സ്ലൈഡിങ് ഗ്ലാസ്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ സ്ലൈഡിങ് ഗ്ലാസ് വണ്ടിയാണ്. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ കിടക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ തന്നെ ആദ്യം പറഞ്ഞു പോവാം. കണ്ടില്ലേ, നമ്മളിത് ഫിക്സഡ് ഗ്ലാസ് വണ്ടികളും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇത് ഫിക്സഡ് അല്ല, സ്ലൈഡിങ് ആണ്. അതായത് ഇങ്ങനെ നീക്കി നമുക്കിങ്ങനെ പോകാൻ പറ്റും. അതായത് ഇദ്ദേഹം നമ്മുടെ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി നമ്മൾ ഫിക്സഡ് ഗ്ലാസ് വണ്ടിയാകുമ്പോൾ ഈ വണ്ടിക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ VIP ഓട്ടങ്ങൾ മാത്രം, അതായത് ഇത് AC ഓട്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഒരു വണ്ടി സ്ലൈഡിങ് ആയ കാരണം നമുക്ക് നോൺ AC ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സംഭവം എത്താൻ പോവുകയാണ്. സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ ഇത്. അതായത് ഈ ഒരു വണ്ടിയുടെ സുഖം എല്ലാവരും അറിയട്ടെ അല്ലേ. അപ്പോൾ ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വണ്ടിയാണ്, കിഷോർ എന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഇൻട്രോ പോലെ ഞാൻ ഒരുപാട് ഭാരത് ബെൻസ് ഗ്ലൈഡർ വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്ത കാരണം 13.5 മീറ്ററും 12 മീറ്ററും സ്ലീപ്പറും അതുപോലെ തന്നെ സിറ്റർ കം സ്ലീപ്പറും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്ലൈഡർ വണ്ടികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് പോർഷനിൽ കിഷോർ എന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. 2+ സെമി സ്ലീപ്പർ എന്നുകൊണ്ട് കാണാൻ സാധിക്കും കേട്ടോ. ദേവസേന എന്നുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കും. ഭാരത് ബെൻസിൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ടതേ MGയുടെ സ്ഥിരം ടിപ്പിക്കലായിട്ട് വരുന്ന ആ ഒരു ഹെഡ് ലാമ്പ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. നമ്മളത് തുടക്കം തൊട്ടേ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ ഒരു സ്റ്റൈൽ കണ്ടില്ലേ, മൂന്ന് പോട്ടോട് കൂടിയിട്ടുള്ളൊരു ഹെഡ് ലാമ്പ്സും അതുപോലെ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഈ ഒരു വണ്ടിയുടെ എൻജിൻ വരുന്നത് ഭാരത് ബെൻസിൻ്റെ എൻജിനാണ്. അതിലെ OM 926 1624 സീരീസിലാണ് ഈ വണ്ടിയുടെ പ്ലാറ്റ്ഫോം വരുന്നത്. പിന്നെ ഇതൊരു വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 240 ഹോഴ്സ് പവറാണ് വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ 880 ന്യൂട്ടൺ ടോർക്ക്, 1200 1600 RPM പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ
380 ലിറ്റർ ആണ് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ 51 ആണ് ഇതിൻ്റെ ആഡ്ബിൻ്റെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ. നമ്മൾ മുന്നത്തെ വീഡിയോസിലും ഞാൻ പറഞ്ഞതെന്നാണ് വിശ്വാസം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം കൂട്ടത്തിൽ. ഫസ്റ്റ് സർവീസ് വരുന്നത് 70,000 കേട്ടോ. അപ്പോൾ ആ ഗ്രില്ലിൻ്റെ ആ പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഹണി കോമ്പോട് കൂടിയുള്ള ആ ഗ്രില്ല് മുകളിൽ ഒരു ക്രോമിയം ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. താഴെ വരുമ്പോൾ ഭാരത് ബെൻസിൻ്റെ ആ ലോഗോ, വലിയൊരു ലോഗോ, അത് മാത്രമല്ല തൊട്ടിപ്പുറത്ത് മാറിയിട്ട് ഗ്ലൈഡർ എന്നുകൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ താഴെയും ആ ഗ്രില്ലിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മാത്രമാണ് BS4 വണ്ടിയിൽ നിന്ന് കുറേ കൂടിയും വ്യത്യാസം വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ഒന്ന് തള്ളി അടിയിലേക്കായിട്ടാണ് നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഉണ്ടല്ലോ ഈ ഒരു ഭാഗം കണ്ടോ, അവിടെ ഒരു ക്രോമിയം ഫിനിഷ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഗ്രില്ലിൻ്റെ ആ പാറ്റേൺ താഴേക്കും ഇറങ്ങി നിൽക്കുന്ന സ്റ്റൈലിലാണ്. പക്ഷേ ഇത് മുകളിൽ നിന്ന് താഴെ സ്ലോപ്പ് അടിയിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു അടിയൊന്നും തട്ടാത്ത ഒരവസ്ഥ, ഈ ലോ സ്ഥലത്ത് കൂടെയൊക്കെ പോകുമ്പോഴേ അടി തട്ടാതെയൊക്കെ പോകാനൊക്കെ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ. വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 മിറേഴ്സ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റ് പ്രശ്നമാവും, നല്ല കാറ്റുണ്ട്. ഒരു ഗ്രൗണ്ടിലിട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണേ. അപ്പോൾ ദേവസേന, മുകളിൽ കിഷോർ, 2+2 സെമി സ്ലീപ്പർ, ശ്രീ മാരിയമ്മൻ തുണൈ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഫ്രണ്ടിലത്തെ വിശേഷങ്ങൾ. ഇനി സൈഡിലേക്ക് പോവാം. ഇനി വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണറത്തൊക്കെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ ഒരു വണ്ടി എടുക്കാൻ കാരണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെ നമുക്ക് ചോദിക്കാം. പിന്നെ ഇപ്പം ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ സൈഡ് ഡോറ്, അതുപോലെ MGയുടെ ലോഗോ. ഇപ്പോൾ MGയുടെ ലോഗോ നിങ്ങൾക്ക് അറിയാമല്ലോ, ലോഗോ കുറച്ചുകൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ബോഡി ലൈറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ഓപ്പണിംഗ്, പുറത്തുനിന്ന് ഡോറ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എമർജൻസി സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ടയർ വന്നിട്ടുള്ളത് ബ്രിസ്റ്റോണിൻ്റെ ടയറാണ് കൊടുത്തിട്ടുള്ളത്. കമ്പനി വരുമ്പോൾ ബ്രിസ്റ്റോണിൻ്റെ ടയറാണ് കൊടുക്കണം. 225/80/22.5 ആണ്. റേഡിയൽ ട്യൂബ്ലെസ് ടയറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ട് വേവ്ലെസ് സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. ബാക്ക് എയർ സസ്പെൻഷനാണ്. ഇതൊന്നും കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറുതായിട്ടൊക്കെ കാണാൻ പറ്റില്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ സസ്പെൻഷൻ. ഫ്രണ്ട് വേവ്ലറാണ്. അപ്പോൾ ഒരു ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ജസ്റ്റ് ഒന്ന് ആഗ്രഹം കാട്ടിത്തരാം. ഇപ്പോൾ ഒരു വൈകുന്നേരം നേരമാണ്, അപ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്തായാലും നല്ല രസമായിരിക്കുന്നുണ്ടല്ലോ വണ്ടി കാണാനായിട്ട്. ഏറ്റവും പറയാനുള്ളൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. പിന്നെ ഈ ഒരു വണ്ടി 25ാം വാർഷികത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതാണ് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 25 എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നുണ്ടോ. അപ്പോൾ 25 സുവർണ വർഷങ്ങളല്ലായിരുന്നു ദിനങ്ങൾ എന്ന് പറയുന്നത്. വർഷങ്ങൾ 25 വർഷങ്ങളായി എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനം 25 വർഷമൊക്കെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും 25 വർഷത്തിൽ വന്ന അവരുടെ വലിയൊരു ആഗ്രഹത്തിൽ എടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഭാരത് ബെൻസ് ഈ ഒരു വണ്ടി കേട്ടോ. അപ്പോൾ ഗ്ലൈഡർ എന്ന് വന്നപ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടി സ്ലൈഡിങ് ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള വണ്ടിയാണ്. കണ്ടോ, ഇങ്ങനെ നീക്കി മാറ്റി പോകാം. ഇത് നമ്മുടെ ലീറാസ് മോഡലുണ്ടല്ലോ, അത് ശരിക്കും മുന്നേ വന്നിട്ടുള്ള വണ്ടികൾ ഇതേപോലെ നമ്മൾ ഐസർ 2 വണ്ടിയല്ല, ഒരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ജീസസിൻ്റെ നമ്മളൊരു വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതായിരുന്നു ലീറ എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സ്ലൈഡിങ് ഗ്ലാസ് വണ്ടി തന്നെയാണ്, പക്ഷെ അത് ലീറയിലാണ്. MG ഗ്ലൈഡേഴ്സിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ്. തിരുപ്പതി പോകാനും ഒക്കെ, ഏതൊരു ട്രിപ്പ് പോകാനും, വേളാങ്കണ്ണിക്കൊക്കെ ഒരു നോൺ AC ട്രിപ്പ് വേണമെങ്കിലും ഈ ഒരു വണ്ടിയിൽ പോകാം. പിന്നെ ഈ വണ്ടിയുടെ സെറ്റ് വർക്ക്, ഷിയാസ് ഓഡിയാസിലൊരു ഗംഭീര സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ കാണാം. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് പുറത്തെ കാഴ്ചകൾ. ഞാൻ ഈ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ ഇത് ബാറ്ററി ബോക്സിൻ്റെ ഏരിയയാണ്. ബാക്കിയുള്ള ഓരോ സ്പേസുകൾ ഞാൻ തുറന്നിപ്പോൾ കാട്ടിത്തരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓവറോൾ എല്ലായിടത്തും എത്തട്ടെ. ഇത് ബാക്ക് വീലിൻ്റെ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെയാണ്. ബാക്ക് വരുന്നത് എയറാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സ്പെയർ വീലിൻ്റെ ആ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. ബാക്കിയുള്ള 2 ഫ്രണ്ടിലുള്ള ആ സ്പേസൊക്കെ നമുക്ക് തുറന്ന് കാട്ടിത്തരാം കേട്ടോ. വെയിൽ അവിടെ നിന്ന് അടിക്കണ കാരണം കേട്ടോ. ബാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് അവസ്ഥ. ബാക്കിൽ K എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. കിഷോറിൻ്റെ K അവരുടെ എംബ്ലമാണ്, ലോഗോയാണ് കാണുന്നത്. ഭാരത് ബെൻസ് എന്ന് കൊണ്ട് കാണാൻ സാധിക്കും. ഗ്ലൈഡർ എന്ന് കൊണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവരുടെ ലോഗോ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് നമുക്ക് ബാക്കിൽ വന്നാൽ കാണാൻ സാധിക്കും. ലോഗോ ഇപ്പോൾ MG നല്ല രസമുണ്ടല്ലേ, 2 സിംഹങ്ങൾ നിൽക്കണ പോലെ. കിഷോർ എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ കാര്യങ്ങൾ എഴുതിയെടുത്തോളൂ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. KL48 രജിസ്ട്രേഷനാണ് വരുന്നത്. നമ്മളിപ്പോൾ റീസെൻറ്റ് സമയത്ത് ചെയ്ത കുറേ വണ്ടികൾ KL48 രജിസ്ട്രേഷൻ വണ്ടികളായിരുന്നു അല്ലേ. അപ്പോൾ കിഷോറിൻ്റെ സ്ഥലം വരുന്നത് തിരുവില്ലാമലയിലാണ് കേട്ടോ. അപ്പോൾ ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ആ ഒരു ഡിസൈൻ മാറ്റമൊന്നും വന്നിട്ടില്ല. സ്ഥിരം കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ വരുന്ന ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ
നമ്മൾ കുറേ തൂമ്പൂറ്റി അങ്ങനത്തെ വണ്ടികളൊക്കെ തൊട്ടിട്ടില്ലേ ഗ്ലൈഡർ കുറേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വന്നിട്ടുള്ള വണ്ടികളുടെ അതേ രീതി തന്നെയാണ് ബാക്കിൽ അവരുടെ ടെയിൽ ലാംപ്സിലൊക്കെ വന്നേക്കണേ. ബാക്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ വരുമ്പോൾ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലായിട്ട് ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെ തന്നെയാണ് നമുക്ക് ബാക്കിൽ നിന്ന് എടുത്ത് പറയാനുള്ളത്, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഇനി ഇത് അധികം പുറത്തുനിന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിൻ്റെ ഓണർ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ഗ്ലൈഡർ എന്നുകൊണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലേ ആ ഒരു സ്ലൈഡിങ് ഗ്ലാസിൻ്റെ ആ ഒരു ഇത് പറഞ്ഞാലേ നമുക്ക് നോൺ AC എടുത്തിട്ട് ഓടാൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വണ്ടികളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ സാധനം നമ്മൾ ട്രിപ്പൊക്കെ എടുത്ത് പോകുമ്പോൾ നമ്മൾ AC ആയിട്ട് നമ്മൾ പോവുകയാണ്. ജസ്റ്റ് ഈ വണ്ടി എവിടെയെങ്കിലും AC നാശമാണെങ്കിൽ ഒരു രക്ഷയില്ലേ, ഫാനിലും ഓടണം. അപ്പോൾ ഈ നോൺ AC വണ്ടികളാണെങ്കിലേ അല്ല സ്ലൈഡിങ് ഗ്ലാസ്സുകളാണെങ്കിൽ ഇതൊക്കെ നീക്കാൻ പറ്റും. അപ്പോൾ സുഖമായിട്ട് നമുക്ക് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് പോരാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു സ്ലൈഡിങ് ഗ്ലാസിൻ്റെ ഗുണം അതൊക്കെയാണ്. അല്ലാതെ AC വണ്ടിയുടെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ. ആ AC ഉണ്ടെങ്കിൽ മാത്രമേ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എളുപ്പമല്ല. ജസ്റ്റ് ഒന്ന് കേട് വന്നാലൊക്കെ. അപ്പോൾ ഇത് സ്ലൈഡിങ് ഗ്ലാസ് ആയ കാരണം ഭയങ്കര ഗുണമാണ്. ടോപ്പ് ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ചെയ്ത് കാട്ടിത്തരാം. ഇങ്ങനെയൊക്കെയാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ വന്നേക്കണം. കർട്ടൻസൊക്കെ ഇപ്പോൾ MG കൊടുക്കുന്ന ടൈപ്പ് കർട്ടനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. ഓവറോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. പിന്നെ ഇതിലും ഫയറിൻ്റെ സേഫ്റ്റിയോ സംഭവങ്ങളൊന്നും നമുക്ക് അധികം വന്നു തുടങ്ങിയിട്ടില്ല. എനിക്ക് വരുന്നു കേൾക്കുന്നുണ്ട്. ഇത് ഫ്യൂവൽ ടാങ്കിൻ്റെ ഒരു ഏരിയയും അതുപോലെ തന്നെ ഇത് ആഡ്ബോൻ്റെ ഏരിയയാണ് കേട്ടോ. ഇത് നമ്മുടെ ഈറ്റ്സിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ആ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓവറോൾ ഈ വണ്ടിയുടെ പുറത്തുനിന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. എന്തായാലും വണ്ടി നന്നായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഓണറുടെ മകൻ തന്നെയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളേനെയും അതുപോലെ തന്നെ ഓണറെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്തായാലും MGയുടെ ഗ്ലൈഡർ ഇങ്ങനത്തെ ഒരു എന്താ പറയുക സ്ലൈഡിങ് ഗ്ലാസ് വണ്ടി ഇറങ്ങിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാഴ്ചകൾ. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഓണറെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്താ അദ്ദേഹം വരുന്നുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് കിഷോർ അല്ലേ? ചേട്ടന്റെ പേരാണ് അപ്പൊ വണ്ടിക്ക്? അച്ഛനായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ്. ഓ അതെ. എത്ര വർഷമായി? ഞങ്ങൾ ഇതില് ടൂറിസ്റ്റ് മേഖലയിൽ ഇത് 25ാമത്തെ വർഷമാണ്. അപ്പോൾ 25ാമത്തെ വർഷം അതിൻ്റെതായിട്ടുള്ളൊരു സെലിബ്രേറ്റ് എന്ന രൂപത്തിൽ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഞങ്ങൾ പിന്നെ ഭാരത് ബെൻസിന്റെ ഗ്ലൈഡർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നത്. സ്ലൈഡിങ് ഗ്ലാസ്. അതെ, ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വണ്ടിയാണല്ലേ? സ്ലൈഡിങ് ഗ്ലാസ്സിൽ ഗ്ലൈഡർ വണ്ടിയിൽ ആദ്യത്തെ വണ്ടി നമ്മുടെയാണ്, കേരളത്തിൽ ഫസ്റ്റ് വണ്ടി. അതെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കുറേ പേർക്ക് ഉപകാരപ്പെടും അപ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ ഗ്ലൈഡർ എന്ന് പറഞ്ഞ വാഹനം വന്നിട്ടുള്ളത് എല്ലാം ഫിക്സഡ് ഗ്ലാസ്സിലാണ്. അതിൽ നമുക്കൊരു യാത്ര ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഫിക്സഡ് ഗ്ലാസ് AC യാത്ര മാത്രമേ പറ്റുള്ളൂ. അതിന് നല്ല റേറ്റുമാണ്. കാരണം ആ വാഹനങ്ങൾക്ക് അധികം ഇല്ലാത്തത് കൊണ്ട് പബ്ലിസിറ്റി അതായത് കൂടുതലും പരക്കെ വാഹനങ്ങളില്ല. ഇപ്പോൾ പ്രകാശിൻ്റെ ആണ് വാഹനങ്ങൾ എന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ഓരോ 5 കിലോമീറ്ററിനും 10 വാഹനം ഉണ്ടാവും. എന്നാൽ ഭാരത് ബെൻസിൻ്റെ MGയുടെ ബോഡിയിൽ വരുന്ന വാഹനങ്ങൾ വളരെ റെയറാണ്. ചിലപ്പോൾ 50 കിലോമീറ്റർ പോയാൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 2 എണ്ണം. അപ്പോൾ അങ്ങനത്തെ വാഹനങ്ങൾക്ക് ഒരുപാട് റേറ്റും മേടിക്കുന്നുണ്ട് അവർ. അപ്പം ഞാനിതിലേക്ക് സ്ലൈഡിങ് ഗ്ലാസ് എന്ന് ഉദ്ദേശിച്ചത് സാധാരണപ്പെട്ട ഒരാൾ, സാധാരണ നാട്ടുമ്പുറത്തുകാർക്ക് ഇതിൻ്റെ യാത്രാസുഖം എന്താണെന്ന് അവർക്ക് അറിയണം. അവർക്ക് സ്ലൈഡിങ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസം, അതായത് പ്രകാശിൻ്റെയും ഇതും തമ്മിൽ വലിയ വാടകയിൽ വ്യത്യാസം വരില്ല. അതിൽ AC കൂടി ഉണ്ട്. അപ്പോൾ സ്ലൈഡിങ് ഗ്ലാസ്സിൽ ആണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്കും ഇത് യാത്ര ചെയ്യാൻ ചെറിയ പൈസയ്ക്ക് യാത്ര ചെയ്യാം. സാധാരണക്കാർക്ക് ചെറിയ പൈസ, അതായത് പ്രകാശിൻ്റെ ബസ്സിൽ യാത്ര ചെയ്യുന്ന അതേ നിരക്കിൽ തന്നെ ഇതിൽ യാത്ര ചെയ്യാൻ കഴിയും. അപ്പോൾ എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ. ബ്രദറിന്റെ പേര് നേരത്തെ നമ്മളത് പറഞ്ഞു. അർജുൻ, പിന്നെ അതുൽ കിഷോർ. അച്ഛന്റെ പേര് കിഷോർ, മകൻ വേറെ ആൾ കൂടി ഉണ്ട്. പിന്നെ ഇത് 2 പേര് നിങ്ങൾ വണ്ടിയിലത്തെ ആൾക്കാരുണ്ടല്ലേ? പേരെന്താ? സജീവ്, അബി. മൊബൈൽ വന്നോണ്ടിരിക്കണ്ടല്ലേ, അതേ ബുദ്ധിമുട്ടിക്കുന്നില്ല അവരെന്നെ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ജസ്റ്റ് വണ്ടിയുടെ നമുക്ക് ഉള്ളിൽ കയറാം. ആകെ സന്ധ്യയായി തുടങ്ങി. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഡിക്കി സ്പേസുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഞാനത് തുറന്ന് കാട്ടിത്തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവരെല്ലാം തുറന്നു തന്നു. അപ്പോൾ ഇത് ബാറ്ററിയുടെ ആ ഒരു ഏരിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അപ്പുറത്തെ ഭാഗം തുറക്കണമെന്ന് പറഞ്ഞിട്ടാണ്. കണ്ടില്ലേ, ഒരു സൈഡ് തുറന്നിട്ടുണ്ടെങ്കിൽ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, അങ്ങനെയാണ്. ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് ഉണ്ട് കേട്ടോ.
ഡിക്കിയുടെ ഭാഗം. പിന്നെ സ്റ്റെപ്പിനുടെ ആ ഒരു ഏരിയ, സ്പെയർ വീലിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇതുപോലെ തന്നെ. നമുക്ക് ഒരു സൈഡ് തുറന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡ് വരെ ഓപ്പണാണ്. ഇഷ്ടംപോലെ സ്ഥലമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫയറിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു തവണ ഫയറിൻ്റെ ആ യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കുന്നുണ്ട്. അത് അപ്പുറത്താണ്. ഞാൻ അതിങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അത് ആ ഫയറിൻ്റെ അത് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫയറിൻ്റെ യൂണിറ്റിനെ കുറിച്ചിട്ട്. ഇങ്ങനെ അത് ഐസിറ വണ്ടി ചെയ്ത സമയത്ത് തോന്നുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ആ ഫയറിൻ്റെ ആ യൂണിറ്റ്. നമ്മുടെ ടാങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഞാൻ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കാൻ കേട്ടോ. വണ്ടിയുടെ ഉള്ളിൽ കയറിയാണ്. വണ്ടിയിൽ ഷിയാസിൻ്റെ സെറ്റ് വർക്കാണ് ചെയ്തേക്കണേ. ഒരു അത്യുജ്വല സെറ്റ് വർക്കാണ് ചെയ്തേക്കണേ. അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കിഷോർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പരിപാടിയാണത്, നമ്പർ ഇതുപോലെ കൊടുക്കണതൊക്കെ. അപ്പോൾ എന്താ പറയുക, നല്ല വെള്ളയിലാണ് ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു സീറ്റിൻ്റെ കവറൊക്കെ അടിച്ചിട്ടേക്കണം. അത് നല്ല ഭംഗിയുണ്ട്. അടിയിൽ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ തീമിലുള്ള കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ 45 പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തത്തെ വീഡിയോസ് എടുത്ത് ഉള്ളിൽ കയറി വിളിക്കവേ ആകെ കതപ്പ് വരാൻ തുടങ്ങി. 2, 3, 4, 5 സീറ്റുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. സീറ്റ് ബെൽറ്റുകൾ ഉണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചാർജിങ് പോർട്ടൽസ് കാണാൻ സാധിക്കും. കണ്ടില്ലേ, എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു കാര്യമാണ്. ഇവിടെ വരുമ്പോൾ കണ്ടില്ലേ നമ്മുടെ പുഷ് ബാക്ക് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ ചാർജിങ് പോർട്ടൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ തൂണിൻ്റെ മുകളിലും അല്ലെങ്കിൽ പില്ലറിൻ്റെ മുകളിലും ഓരോ ഹാമറുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ലെഗ് സ്പേസും ഒക്കെ ഇഷ്ടം പോലെയാണ് കാലൊക്കെ വെക്കാനായിട്ട്. ഇങ്ങനെ ഞാനൊരു കാര്യം പറയാം, ഇങ്ങനത്തെ വണ്ടിയിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ ഒരിക്കലും നമ്മൾ മറ്റുള്ള വണ്ടിയിൽ യാത്ര ചെയ്യില്ല. ഇത് യാത്രാസുഖം അത്രയും അടിപൊളിയാണ് ഈ വണ്ടിയിൽ. BS4 ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സീറ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് കുറച്ചുകൂടി സ്ട്രോങ് സീറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സീറ്റിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല സ്ട്രോങ്ങിൽ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഇതൊക്കെ കുറച്ച് സ്ട്രോങ് കുറവുള്ള പോലെയായിരുന്നു, പക്ഷേ ഇതൊക്കെ നല്ല സ്ട്രോങ്ങിൽ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ വയ്ക്കാനുള്ള ആ ഒരു ഹോൾഡർ, അതുപോലെ തന്നെ ബുക്ക് ഹോൾഡർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് വണ്ടിക്ക്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ താഴെ നോക്കി ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഏസറ വെൻറ്റ്, അതുപോലെ ലൈറ്റ്, അതിൻ്റെ സ്വിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫയറിൻ്റെ യൂണിറ്റ് പോകണം നോക്കി, പൈപ്പ് കണ്ട അതിങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ സേഫ്റ്റിക്ക് എത്ര പ്രാധാന്യം അല്ലേ ഈ സംഭവങ്ങളൊക്കെ. വണ്ടി ഫയറായ ഉടനടി നിന്നൊക്കെ വെള്ളം ചീറ്റും. അതൊക്കെ നല്ലൊരു പരിപാടിയാണ്. ഇതൊക്കെ ശരിക്കും ആവശ്യം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ആ ഫയറിൻ്റെ ആ ഒരു ഈ സൈഡിൽ അതിൻ്റെ അത് പോകണമെങ്കിൽ ഈ സൈഡിൽ അതുപോലെ നമുക്ക് ആ പൈപ്പ് കാണാം കേട്ടോ. ഈ സേഫ്റ്റി മെഷേഴ്സ് ഒരുപാടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ലൈറ്റിലേക്ക് കിടക്കാം. ലൈറ്റ് പറഞ്ഞാൽ സ്പീക്കേഴ്സാണ്. സ്പീക്കേഴ്സ് ഷിയാസ് ഓഡിയോസ് എന്നാണ് ലൈറ്റ് വർക്ക്, സൗണ്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ അതുപോലെ റിവോൾവിങ് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ റിവോൾവിങ് ലൈറ്റുകൾ, അതുപോലെ സ്പീക്കറിൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ജേട്ടക്കിൻ്റെ ജിങ്കി ഏസർ യൂണിറ്റ് ബ്ലോറ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ വരുമ്പോൾ ആ പൈപ്പ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഫ്രണ്ടിൽ ഈ ഒരു സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാട്ടിത്തരാം. ഇതാണ് ഓവറോൾ ഈ വണ്ടിയുടെ ഉള്ളിലത്തെ കാഴ്ചകൾ. നല്ല അത്യാവശ്യം, അതായത് ഗുമ്മ് വെച്ചിട്ട് ഫിക്സഡ് ഗ്ലാസ് ആകുമ്പോഴേ കൂടുതൽ സൗണ്ട് വയ്ക്കാത്തത്. അത്യാവശ്യം സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഫിക്സഡ് ഗ്ലാസ്സും അല്ലാത്ത കാരണം ഈ വണ്ടിയിൽ സൗണ്ടൊക്കെ അത്യാവശ്യം വയ്ക്കുകയും ചെയ്യാം. പിന്നെ പലരും ചോദിക്കാറുണ്ട്, നമ്മൾ തന്നെ ചെയ്ത വണ്ടിയാണ് GSS IC, 2 വണ്ടി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ആ 2 വണ്ടിയും വരുന്നത് ലീറ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് സെക്കൻഡ് ക്ലാസ് മുന്നേ ഉണ്ടല്ലോ. സെക്കൻഡ് ക്ലാസ് വന്നിട്ടുള്ളത് ലീറ മോഡലാണ്. ഭാരത് ബെൻസിൻ്റെ MGയിലെ ലീറ മോഡൽ, ഭാരത് ബെൻസ് അല്ല MGയുടെ ലീറ. അത് ലൈലൻഡ് വണ്ടിയായിരുന്നു രണ്ടും, GSSഉം ICയും. ലൈലൻഡാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ അത് ലീറ മോഡലാണ്. ഇത് ഗ്ലൈഡർ മോഡലാണ്. ഗ്ലൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പറും, ഗ്ലൈഡർ എന്ന് പറഞ്ഞാൽ സീറ്ററുമാണ്. മനസ്സിലായില്ല, അതാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ നോക്കി ദേവസേന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ രാത്രി കാണാൻ നല്ല ഗുമ്മായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് ഇപ്പോൾ തന്നെ കാണാനൊക്കെ ആയിട്ട്. ആ ഒരു വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ആ സൈഡിലായിട്ട് നമ്മുടെ ഷിയാസ് ഓഡിയോസ് കൊണ്ടൊക്കെ നല്ല ഗോൾഡൻ ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ.
പിന്നെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് നമുക്ക് കൂടുതൽ കിടക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കണം. ഞാൻ ഒരുപാട് വണ്ടികളിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടുത്തെ വർക്ക് കഴിയട്ടെ, ഇവിടുത്തെ പറച്ചിൽ കഴിയട്ടെ. ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്ലോക്ക്, പിന്നെ ഇവിടെ മാരിയമ്മൻ തുണൈ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഷിയാസ് ഓഡിയോസിൻ്റെ തന്നെ വേറൊരു വർക്ക്, ഒരു പാനൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു വർക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അവിടെ നിന്ന് ബാക്കിൽ വരിക സ്വിച്ചുകൾ നോക്കി, ലൈറ്റിൻ്റെ സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താ കഥ അല്ലേ, അടിപൊളി. പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒരെണ്ണമല്ല 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ ഈ ഒരു ഭാഗത്തുനിന്നുള്ള കാഴ്ചകൾ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ കോപ്റ്റിക്കിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കോപ്പലേറ്റിനിരിക്കാനുള്ള ഒരു സീറ്റ്, പിന്നെ ഇറങ്ങിപ്പോണ സ്റ്റെപ്പ്, പിന്നെ ഇവിടെയും ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടൊരു മിറർ, സ്പീക്കേഴ്സ്, ഇങ്ങനത്തെ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടി ഓവറോൾ കാണാൻ സാധിക്കണം കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി. ഇനി നമുക്ക് വണ്ടിയുടെ ആ ക്യാബിനിലത്തെ വിശേഷങ്ങളൂടെയും പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. എന്തായാലും വണ്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഓട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ, അടിപൊളി സെറ്റ് ആവട്ടെ. നമ്മൾ ഡ്രൈവർ സീറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സ്റ്റിയറിംഗ് വീല്. അപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികളുടെ ശീതകാലം കൂടുതലായിരിക്കും കിടക്കുന്നില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് കാണുന്നത്, അനലോഗ് ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഹസാർഡ്, പാർക്കിംഗ് ബ്രേക്ക്, അത് സംഭവങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇൻഹിബിറ്റർ സ്വിച്ച്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ ബാറ്ററി കട്ട് ഓഫിൻ്റെ ഒരു സ്വിച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സീറ്റ് വരുന്നത്. ഇങ്ങനത്തെ ഒരു സീറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ റിട്രാർഡർ ഇല്ല തോന്നുന്നു. പിന്നെ 12 മീറ്റർ ആണ്, അത് ഓപ്ഷനിലാവും ചിലപ്പോൾ. പിന്നെ ഇതാണ് അതിൻ്റെ ക്രൂസ് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതാണ് സ്വിച്ചുകൾ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു മറ്റേ പാനലാണ്, നമ്മുടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറ വിഷ്വൽസ് ഇതിലേക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു സ്റ്റീരിയോ, അതുപോലെ തന്നെ ജെടെക്കിൻ്റെ യൂണിറ്റ്, അതുപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷറിൻ്റെ ഫയറിൻ്റെ യൂണിറ്റിൻ്റെ ആ മെയിൻ യൂണിറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ട് കൺസോൾ വരുന്നത് ഈ രീതിയിലാണ്. എന്തായാലും കൊള്ളാം, വണ്ടി ഉഷാറാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ബ്ലൈൻഡ്സ് ഉണ്ട്. ആ ബ്ലൈൻഡ്സ് നമുക്ക് അത്യാവശ്യം താത്തി വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി ജസ്റ്റ് ഒന്ന് വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ കുറച്ച് വണ്ടി പ്രാന്തന്മാർ കുറച്ച് കയറി വരും, നമുക്ക് കുട്ടികളാണല്ലോ എല്ലാം. അപ്പോൾ അവരൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി ഉള്ളിൽ കയറിയതാണ്. എങ്ങനെയുണ്ട് വണ്ടികൾ? അടിപൊളിയല്ലേ? ആ, ഓക്കെ. അപ്പോൾ ഇതിലെ ആമ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ആമ്പ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും അടിപൊളി. ചെറിയൊരു ഷൂട്ടിങ് ഇവിടെ നടക്കണ റോഡെന്ന് കാട്ടി നമ്മുടെ ആൾക്കാരനെയാണ്. ചെറിയൊരു വണ്ടിയുടെ ഒരു ഷൂട്ട് അവരും നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വന്ന് സ്ലോ ആക്കി. എന്തായാലും ഭാരത് ബെൻസ് രക്ഷിച്ച അടിപൊളിയാണ്, നല്ല അടിപൊളിയാണ്, ഓടിക്കാനായിട്ട് നല്ല കംഫർട്ടാണ്. ജസ്റ്റ് എന്നെങ്ങനെ കാട്ടിയില്ല, റോഡ് ഇങ്ങനെ കാട്ടിയാൽ മതിയില്ല. അപ്പോൾ അവിടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ഞാനൊന്ന് സ്ലോ ആക്കിയതാണ്. എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മൾ ഭാരത് ബെൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, ലെങ്ത്ത് കൂടി പോകും. വണ്ടിയുടെ ഓടിക്കൽ നമ്മൾ കൂടുതലെടുത്താലേ നമ്മുടെ വണ്ടി വെച്ചാൽ പിന്നെ അങ്ങനെ ഒരു ശീലം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഓടിക്കുന്നതാണ്. തിരുവില്ലാമല പോകുന്ന റോഡാണ്. എല്ലാ ഷിഫ്റ്റിങ്ങൊക്കെ നല്ല പെർഫെക്റ്റായി വന്നത് സുഖമാണ്. പിന്നെ സ്റ്റീറിംഗ് നല്ല ഇതിൻ്റെ സ്റ്റീറിംഗ് വീലെന്ന് പറയില്ലേ, നല്ല എന്നെക്കാട്ടും കുറച്ചുകൂടി വലിപ്പം ഫീൽ ചെയ്യുക. അത് നല്ല സുഖമാണ്. പിന്നെ കുറച്ചുകൂടി ചെറുതാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ സെക്ഷനിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ
അപ്പോൾ നമുക്ക് ആർട്ട് സെക്ഷനിലൊക്കെ ഓടിക്കുമ്പോൾ ചില സമയത്ത് ആ സ്റ്റീരിംഗ് വീല് ഗുണമായിട്ടും വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും നല്ലൊരു വണ്ടി. എന്തായാലും നമ്മൾ 4 മണി ഇവിടെ എത്തുമ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 6 മണി കഴിഞ്ഞിരിക്കുന്നു. നല്ല വളമുന്തിരി പൊക്കെയുള്ള റോഡിൻ്റെ ഒക്കെ ഘടന ഉണ്ടോ, നല്ല രസമില്ല. പിന്നെ തിരിച്ചിങ്ങനെ പിടിച്ചിങ്ങനെ പലക്കെ ആയിട്ട് നല്ല രസമാണ്. ഇങ്ങനെ കാല് കൊടുത്തിങ്ങനെ പോകാൻ തോന്നുമ്പോൾ വണ്ടി ഫ്രണ്ടിൽ ഷൂട്ടൊക്കെ ഉള്ള കാരണം ഞാൻ ഇങ്ങനെ ഒന്ന് കുറച്ച് പോകണം. വേറെ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോ ഞാൻ പറഞ്ഞ് നിർപ്പിക്കണില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വണ്ടി എടുത്ത് ഓടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എവിടെയെങ്കിലൊക്കെ ആയിട്ട് നമുക്ക് നിർത്താം. വീഡിയോ അതിൻ്റെ ചെയ്യാം അങ്ങനെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ജസ്റ്റ് ഒരു ഡ്രൈവ് പോയെന്ന് മാത്രം. അപ്പോൾ എന്തായാലും കിഷോർ ചേട്ടന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്, ബാക്കിലുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ബ്രദർ. അതിൽ നല്ല പേര്. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇവരെ. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. പാക്കേജ് ഓട്ടങ്ങൾ ആവശ്യങ്ങൾക്കൊക്കെ സമീപിക്കുക. അപ്പോൾ ഉടനെ മറ്റൊരു ഗംഭീര വീഡിയോ വരാതിരിക്കുന്ന തൽക്കാലം ബൈ. നമസ്കാരം.